എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിക്കുള്ള അനുമതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ പ്രമേയം അവതരിപ്പിച്ചു. എലപ്പള്ളി പഞ്ചായത്തിൽ ഭരണസമിതി യോഗത്തിലാണ് കോൺഗ്രസ് BJP അംഗങ്ങൾ പ്രമേയം അവതരിപ്പിച്ചത്. വിവരങ്ങളുമായി പ്രസാദ് ഉറുമ്പിശ്ശേരി ചേരുകയാണ്. പ്രസാദ്, വലിയ തർക്കത്തിലേക്ക് പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. രുചീഷ്, എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ രണ്ടുപേരാണ് പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിന് വേണ്ടി വാർഡ് മെമ്പറായ രമേശൻ, അതോടൊപ്പം തന്നെ BJPക്ക് വേണ്ടി വാർഡ് മെമ്പറായ സന്തോഷ് എന്നിവരാണ് പ്രമേയം അവതരിപ്പിച്ചത്. ഇതിൽ പറയുന്നത് ഇവിടെ ജലക്ഷാമം നേരിടുന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ പദ്ധതികൾക്കുള്ള അനുമതി, പ്രാഥമിക അനുമതി സർക്കാർ റദ്ദാക്കണം എന്നുള്ളതാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെടുന്നത്. എന്നാൽ പ്രമേയത്തെ CPIM എതിർത്തു. ഈ എതിർപ്പാണ് ഇപ്പോൾ ചെറിയ വാക്കുതർക്കത്തിലേക്ക് മാറിയിട്ടുള്ളത്. സർക്കാർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അവിടെ ജലചൂഷണം ഉണ്ടാകില്ല എന്നുള്ളത് അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിന് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് CPIM അംഗങ്ങൾ പറയുന്നത്. ജലചൂഷണത്തെ ഞങ്ങളും അനുകൂലിക്കുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു ജലചൂഷണം ഉണ്ടാകില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിനിടയിൽ CPIM അംഗമായ രാജകുമാരിക്കെതിരെ അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചതാണ് വലിയ തർക്കമായി മാറിയത്. അവർ മിനിറ്റ്സ് ബുക്ക് ഹാജരാക്കി താൻ പങ്കെടുത്ത യോഗങ്ങളെക്കുറിച്ചും അതിന്റെ മിനിറ്റ്സിനെ കുറിച്ചും ഒക്കെ ഇത്തരം കാര്യങ്ങൾ പറയുകയാണ്. അതിപ്പോൾ പറയേണ്ട ഒരു വേദിയല്ല എന്നുള്ളതും നേരത്തെ തന്നെ CPIM അംഗങ്ങൾ ഇവിടെ കോൺഗ്രസിനെതിരെ, ഭരണസമിതിക്കെതിരെ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. ഫെബ്രുവരി 14-നാണ് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യുക. ആ ചർച്ചയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ മതി എന്നുള്ളതായിരുന്നു മറ്റ് കോൺഗ്രസ് അംഗങ്ങളുടെ മറുപടി. എന്തായാലും ഈ പ്രമേയത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഇപ്പോൾ എലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ നടക്കുന്നത്. ശരി പ്രസാദ്.